Purpose and characteristics of processors. The most important component of a computer is the CPU or processor. The processor act as the computer's brain. നമുക്കറിയാം കമ്പ്യൂട്ടറിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പോണൻ്റ് എന്താണ്? CPU അല്ലെങ്കിൽ പ്രോസസ്സറാണ്. അപ്പോൾ പ്രോസസ്സർ എന്ന് പറയുന്നത് മദർ ബോർഡിലുള്ള ഒരു ചെറിയൊരു ചിപ്പാണ് പ്രോസസ്സർ എന്ന് പറയുന്നത്. ഈ പ്രോസസ്സറിനെയാണ് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ബ്രെയിനിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണെന്ന് നമുക്കറിയാം. ഇപ്പോൾ ഹ്യൂമൻ ബ്രെയിൻ ആണെങ്കിലും ആ ബ്രെയിനാണ് നമ്മളെ ഇൻസ്ട്രക്റ്റ് ചെയ്യുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ആ ഹ്യൂമൻ ബോഡിയിൽ എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ വർക്ക് ചെയ്യണം എന്നുള്ള കാര്യം ആരാണ്? ബ്രെയിനാണ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഒരു കമ്പ്യൂട്ടർ ബ്രെയിനിൻ്റെ കാര്യം. കമ്പ്യൂട്ടർ ബ്രെയിൻ എന്ന് പറയുന്നത് പ്രോസസ്സറാണ് കമ്പ്യൂട്ടറിനെ എപ്പോഴും വർക്കിംഗ് ആയിട്ട് കൊണ്ടുപോകുന്നത്. ഇറ്റ് റൺസ് പ്രോഗ്രാംസ് ആൻഡ് സെൻഡ് ആൻഡ് റിസീവ് മെയിൽ ടു അറ്റാച്ച്ഡ് ഡിവൈസസ് ടു കീപ് ദ കമ്പ്യൂട്ടർ റണ്ണിങ്. അപ്പോൾ കമ്പ്യൂട്ടർ എപ്പോഴും വർക്കിംഗ് ആയി നിൽക്കാൻ വേണ്ടിയിട്ട് പ്രോസസ്സർ എപ്പോഴും എന്താണ്? പ്രോസസ്സറുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ ഡിവൈസസിലേക്കും ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ട്. ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? ഒരു മെയിൽ സെൻഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെസ്സേജ് പാസ് ചെയ്യാണ്. എപ്പോഴും കമ്പ്യൂട്ടർ റണ്ണിങ് ആയി നിൽക്കാൻ വേണ്ടിയിട്ട് പ്രോസസ്സറുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ ഡിവൈസസിലേക്കും മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ട്. എ കമ്പ്യൂട്ടർ ഹാസ് എ നമ്പർ ഓഫ് കമ്പോണൻസ് ഇൻക്ലൂഡിംഗ് ദ പ്രോസസ്സർ, മെമ്മറി, സ്റ്റോറേജ്, റാം ആൻഡ് കണക്ടേഴ്സ്. ദ പ്രോസസ്സർ ഈസ് ദ ബ്രെയിൻ ഓർ ട്രാഫിക് ഡയറക്ടർ ഫോർ ഓൾ അതർ കമ്പോണൻസ് ടെല്ലിംഗ് വിച്ച് ക്യാൻ ഡു വാട്ട് ആൻഡ് വെൻ. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ മെയിൻ കമ്പോണൻസ് ഏതാണെന്നൊക്കെ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കമ്പോണൻസുമായിട്ടൊക്കെ എന്തുണ്ട്? ഒരു കമ്മ്യൂണിക്കേഷൻ ആർക്കുണ്ട്? പ്രോസസ്സറിനുണ്ട്. അതായത് ഓരോ കമ്പോണൻറ്റിനെയും ഇൻസ്ട്രക്റ്റ് ചെയ്യുന്നത് എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ ഇൻസ്ട്രക്റ്റ് ചെയ്യുന്ന ആരാണ്? പ്രോസസ്സറാണ്. കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിൻ ആയിട്ടുള്ള പ്രോസസ്സറാണ്. എ പ്രോസസ്സർ ഹാസ് ടു പ്രൈമറി ടാസ്ക്. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ പ്രോസസ്സറിന് രണ്ട് ടാസ്ക്കാണ് വരുന്നത്. ഒന്നാമത്തെ എന്താണ്? പ്രോസസ്സിംഗ് ഡാറ്റ. രണ്ടാമത് വരുന്നത് എക്സിക്യൂട്ടിംഗ് ഇൻസ്ട്രക്ഷൻ. ഡാറ്റ പ്രോസസ്സിങ്ങും ഇൻസ്ട്രക്ഷൻ്റെ എക്സിക്യൂഷനുമാണ് പ്രൈമറി ടാസ്ക് ആയിട്ട് വരുന്നത്. The processor contain a quartz clock that send out tiny pulses of electricity at regular intervals. Each time the clock ticks, the CPU can process one piece of data or execute one instruction. Processor can process only one instruction at a time. അപ്പം മെയിനായിട്ടും രണ്ട് പ്രൈമറി ടാസ്ക്കാണ് പ്രോസസ്സറിന് വരുന്നത്. ഡാറ്റ പ്രോസസ്സിങ്ങും ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷനും. ഈ ഒരു പ്രോസസ്സിൽ ഒരു ക്ലോക്ക് ഉണ്ട്, ഒരു ക്വാർട്സ് ക്ലോക്ക് ഉണ്ട്. അപ്പോൾ ഓരോ തവണ ഈ ക്ലോക്ക് ടിക്ക് ചെയ്യുമ്പോഴും ഓരോ ഇൻസ്ട്രക്ഷനെ എന്ത് ചെയ്യാണ്? എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രൈമറി ടാസ്ക് ആണ്, അതായത് ഡാറ്റ പ്രോസസ്സിങ്. അപ്പം ഈ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ ഓരോ തവണ നടക്കുന്നത് എപ്പോഴാണ്? പ്രോസസ്സറിൻ്റെ ഉള്ളിലുള്ള ക്ലോക്ക് ടിക്ക് ചെയ്യുമ്പം ഓരോ ക്ലോക്ക് ടിക്കിലും ഓരോ ഇൻസ്ട്രക്ഷനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ക്ലോക്ക് സ്പീഡ് കൂടുന്നതിനനുസരിച്ച് എന്താണ്? ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷനും കൂടുതലായിരിക്കും, പെർഫോമൻസും കൂട്ടാൻ പറ്റും. Every single operation that you do with your computer is processed in the CPU. If we want to add two numbers using computer calculator, then it function as follows. അപ്പോൾ നമ്മളുടെ കമ്പ്യൂട്ടറിൽ എന്ത് ഓപ്പറേഷൻ ചെയ്താലും അത് പ്രോസസ്സ് ചെയ്യുന്ന ആരാണ്? CPU ആണ്. കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിൻ ആയിട്ടുള്ള CPU ആണ് കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന ഏത് ഓപ്പറേഷനെയും പ്രോസസ്സ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കമ്പ്യൂട്ടറിലെ കാൽക്കുലേറ്ററിൽ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുകയാണെങ്കിൽ അത് ഏതൊക്കെ സ്റ്റെപ്പിലൂടെയാണ് കടന്നു പോകുന്നത്? അപ്പോൾ ആദ്യത്തെ എന്താണ്? അറ്റ് ഫസ്റ്റ് എൻ്റർ ദി നമ്പർ യൂസിങ് കീബോർഡ്. ഇപ്പോൾ കാൽക്കുലേറ്ററിൽ നമ്മൾ ഇൻപുട്ടായിട്ട് നമ്പർ കൊടുക്കും അല്ലേ? അത് നമ്മൾ കീബോർഡ് വഴി എൻ്റർ ചെയ്ത് കൊടുക്കും. ദ കീബോർഡ് കൺട്രോളർ ടേൺ ഓൾ ഓഫ് ദാറ്റ് ഇൻഫർമേഷൻ ഇൻ ടു ബൈനറി കോഡ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് ബൈനറി ലാംഗ്വേജ് ആണ്. 0-1 ഫോമിൽ മാത്രമേ കമ്പ്യൂട്ടറിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കീബോർഡിലേക്ക് നമ്മൾ ഇൻപുട്ട് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ നടക്കുന്ന എന്താണ്? അതിനെ ബൈനറി കോഡായിട്ട് കൺവേർട്ട് ചെയ്യും. ബൈനറി കോഡ് കൺസിസ്റ്റ് ഓഫ് സീക്വൻസ് ഓഫ് സീറോസ് ആൻഡ് വൺസ്. എന്താണ് ബൈനറി കോഡ് എന്ന് പറയുന്നത്? എന്താണ്? സീറോസും വൺസും ചേർന്നതാണ് ബൈനറി കോഡ്. This information is then sent to registry and then transferred to the CPU. അപ്പം ഈ കൺവേർട്ട് ചെയ്ത ബൈനറി ഇൻഫർമേഷനെ എങ്ങോട്ടേക്കാണ് പാസ് ചെയ്യുന്നത്? രജിസ്ട്രിയിലേക്ക് ആദ്യം സ്റ്റോർ ചെയ്യുന്നു, അതിനുശേഷം എന്താണ്? CPU യിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും.
The CPU has an integrated ALU. It performs all the mathematical and logical operation. ഇപ്പോൾ സി പി യുവിൽ എന്തുണ്ട്? ALU. ALU എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചതാണ് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. അരിത്തമെറ്റിക് ഓപ്പറേഷൻസും അതുപോലെ തന്നെ ലോജിക് ഓപ്പറേഷൻസും പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ALU യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ALU യൂസ് ചെയ്തിട്ട് നമ്മൾ കൊടുത്ത ഇൻപുട്ട്, എന്ത് ഓപ്പറേഷൻ ആണോ നമ്മൾ പെർഫോം ചെയ്യാൻ വേണ്ടി ഇൻപുട്ടായിട്ട് കൊടുത്തത്, ആ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നു. Then the request to add two numbers is then sent to ALU. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? സി പി യുവിൻ്റെ ഉള്ളിൽ ALU ഉണ്ട്, അരിത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ഉണ്ട്. ഈ അരിത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റിൽ നമുക്ക് അരിത്തമാറ്റിക് ഓപ്പറേഷൻസും പെർഫോം ചെയ്യാൻ പറ്റും, ലോജിക് ഓപ്പറേഷൻസും പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എങ്ങോട്ടേക്കാണ് കൊടുക്കുന്നത്? നമ്മൾ കൊടുത്ത ഇൻപുട്ടിനെ, ഇപ്പോൾ നമ്മൾ രണ്ട് നമ്പേഴ്സിനെ ആഡ് ചെയ്യാനാണ് കൊടുത്തിരിക്കുന്നത്, ആ ആഡ് ചെയ്യാനുള്ള നമ്പറിനെ ALUയിലേക്ക് സെൻഡ് ചെയ്യും. ALU ആഡ് ദി ബൈനറി നമ്പേഴ്സ് ആൻഡ് റിട്ടേൺ ദി റിസൾട്ട് ടു സി പി യു. അപ്പോൾ ALU അതിന് കിട്ടിയിട്ടുള്ള ടാസ്ക് പെർഫോം ചെയ്തിട്ട് ആ റിസൾട്ട് തിരിച്ച് സി പി യുയിലേക്ക് തന്നെ റിട്ടേൺ ചെയ്ത് കൊടുക്കും. സി പി യു ട്രാൻസ്ഫർ ദി ആൻസർ ടു ഔട്ട്പുട്ട് ഡിവൈസ്. അപ്പോൾ സി പി യു എന്ത് ചെയ്യും? ഔട്ട്പുട്ട് ഡിവൈസിലേക്ക്, അതായത് നമ്മൾ ആ ഈക്വൽ ടു അടിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? അതിൻ്റെ ആൻസർ കിട്ടുന്നുണ്ട് അല്ലേ? അപ്പം ആ ഒരു ചെറിയ സമയം കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. അപ്പോൾ ഈ ഡിസ്പ്ലേ ചെയ്യുന്നതിൻ്റെ മുന്നേ എന്തും കൂടെ കൺവേർഷൻ നടക്കുന്നുണ്ട്, തിരിച്ചതിനെ നമ്മളുടെ ഫോർമാറ്റിലേക്കും കൂടെ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സി പി യു വെച്ചിട്ട് എങ്ങനെയാണ് സി പി യു രണ്ട് നമ്പേഴ്സിനെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് നമുക്ക് കാണിക്കുന്നതെന്നുള്ള എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി സി പി യുവിൻ്റെ മെയിനായിട്ടുള്ള 4 ഫങ്ഷൻസ് ആണ് പറയാൻ പോകുന്നത്. ഒന്നാമത് വരുന്നത് ഫെച്ച്, രണ്ടാമത് വരുന്നത് ഡീകോഡ്, മൂന്നാമത് വരുന്നത് എക്സിക്യൂട്ട്, ലാസ്റ്റ് വരുന്നത് സ്റ്റോർ. Fetch. Each instruction is stored in memory and has its own address. നമുക്കറിയാം എല്ലാ കാര്യങ്ങളും സ്റ്റോർ ചെയ്ത് വെക്കുന്ന എവിടെയാണ്? മെമ്മറിയിലാണ്. അപ്പം മെമ്മറിയിൽ ഓരോ ലൊക്കേഷനാണ്, ഓരോ മെമ്മറി ലൊക്കേഷനിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഓരോ ലൊക്കേഷനും അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു മെമ്മറി അഡ്രസ്സും ഉണ്ടാവും. ദ പ്രൊസസ്സർ ടേക്സ് ദിസ് അഡ്രസ് നമ്പർ ഫ്രം ദ പ്രോഗ്രാം കൗണ്ടർ വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ ട്രാക്കിംഗ് വിച്ച് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ് നെക്സ്റ്റ്. അപ്പോൾ ഫെച്ച് എന്ന് പറയുന്ന ഓപ്പറേഷൻ മീൻ ചെയ്യുന്നത് മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഡാറ്റയിൽ നിന്നും ഡാറ്റ റിസീവ് ചെയ്തിട്ട് വേണം അതിനെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സി പി യു എന്താണ് ചെയ്യുന്നത്? പ്രൊസസ്സർ എന്താ ചെയ്യുന്നത്? പ്രോഗ്രാം കൗണ്ടറിൽ നിന്നും അഡ്രസ് നമ്പർ ഫെച്ച് ചെയ്തെടുക്കും, റിസീവ് ചെയ്യാണ് ചെയ്യുക. പ്രോഗ്രാം കൗണ്ടറിൽ നിന്നും എന്ത് ചെയ്യാണ്? റീഡ് ചെയ്തെടുക്കുകയാണ്. ഓരോ അഡ്രസ് നമ്പറിനെയും റീഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്ന കൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, സി ഐയിൽ പഠിച്ചിട്ടുണ്ടാവും. എന്താണ് പ്രോഗ്രാം കൗണ്ടറിൽ? അടുത്തതായിട്ട് ഏത് ഇൻസ്ട്രക്ഷൻ ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് അതിൻ്റെ അഡ്രസ്സ് ആയിരിക്കും പ്രോഗ്രാം കൗണ്ടറിൽ ഉണ്ടാവുക. അപ്പോൾ ഓരോ തവണ പ്രോഗ്രാം കൗണ്ടറിൽ നിന്ന് അഡ്രസ്സ് കിട്ടുമ്പോഴും അതെന്താണ്? അത് തൊട്ടടുത്തതായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സാണ്. അപ്പോൾ പ്രോഗ്രാം കൗണ്ടറിൽ നിന്നും ആ അഡ്രസ്സ് എടുക്കുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ഫെച്ച് എന്ന് പറയുന്നത്. ഇത്രേ ഉള്ളൂ. ഓരോ മെമ്മറിക്കും ഒരു പർട്ടിക്കുലർ അഡ്രസ്സ് ഉണ്ടാവും. അപ്പം പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്നത് എന്താണ്? പ്രോഗ്രാം കൗണ്ടറിലാണ് തൊട്ടടുത്തതായിട്ട് എന്താണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അതിൻ്റെ അഡ്രസ്സ് പ്രോഗ്രാം കൗണ്ടറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ പ്രോഗ്രാം കൗണ്ടറിൽ നിന്നും ആ അഡ്രസ്സിനെ റീഡ് ചെയ്തെടുക്കുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഫെച്ച്. ഇനി അടുത്തത് വരുന്നത് എന്താണ്? ഡീകോഡ്. ഓൾ പ്രോഗ്രാംസ് ടു ബി എക്സിക്യൂട്ടഡ് ആർ ട്രാൻസ്ലേറ്റഡ് ടു അസംബ്ലി ഇൻസ്ട്രക്ഷൻസ്. Assembly code must be decoded into binary instruction which are understandable to the CPU. This step is called decoding. ഇപ്പോൾ ഫെച്ച് ചെയ്തെടുത്തു, പ്രോഗ്രാം കൗണ്ടറിൽ നിന്നും അഡ്രസ്സിനെ ഫെച്ച് ചെയ്തെടുത്തു. ഇനി അടുത്തതെന്ന് പറയുന്നത് എന്താണ്? ഡീകോഡാണ്. ഇപ്പോൾ ഇവിടെ രണ്ട് ടൈപ്പിലുള്ള കൺവേർഷനാണ് വരുന്നത്. ആദ്യം അസംബ്ലി ഇൻസ്ട്രക്ഷനായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഈ അസംബ്ലി ഇൻസ്ട്രക്ഷനെ എന്തിലേക്ക് മാറ്റണം? ബൈനറി ഇൻസ്ട്രക്ഷനായിട്ട് മാറ്റണം. ബൈനറി ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 0ൻ്റെയും 1ൻ്റെയും ഫോമിൽ. എന്നാൽ മാത്രമേ അതിന് സി പി യുവിന്, കമ്പ്യൂട്ടറിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെയാണ്, ആ ഒരു കൺവേർട്ട് ചെയ്യുന്ന ബൈനറി ഫോമാറ്റിലേക്ക് മാറ്റുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡീകോഡിങ്. അപ്പോൾ ഫെച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്രോഗ്രാം കൗണ്ടറിൽ നിന്നും റീഡ് ചെയ്തെടുക്കുന്നു. ആ റീഡ് ചെയ്തതിനെ ബൈനറി ഫോമാറ്റിലേക്ക് മാറ്റുന്നതാണ് ഡീകോഡിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് വരുന്നത് എക്സിക്യൂട്ട്. എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ആ കൺവേർട്ട് ചെയ്ത ഡാറ്റേൻ്റെ എക്സിക്യൂഷനാണ് അവിടെ പെർഫോം ചെയ്യുന്നത്. വൈൽ എക്സിക്യൂട്ടിംഗ് ഇൻസ്ട്രക്ഷൻ ദ സി പി യു ക്യാൻ ഡു വൺ ഓഫ് ത്രീ തിങ്സ്. Do calculation with ALU, move data from one memory location to another, jump to different address. അപ്പം എക്സിക്യൂഷൻ എന്ന് പറയുന്നത് ആ കൺവേർട്ട് ചെയ്ത ഡാറ്റയിൽ എന്ത്
ഓപ്പറേഷനാണോ പെർഫോം ചെയ്യേണ്ടത് ആ എക്സിക്യൂഷനാണ് അവിടെ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മെയിനായിട്ടും 3 കാര്യങ്ങളാണ് വരുന്നത്. എന്താണ്? ALU യൂസ് ചെയ്തിട്ട് അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ കാൽക്കുലേഷൻസ് പെർഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡാറ്റേനെ ഒരു ലൊക്കേഷനിൽ നിന്നും വേറൊരു ലൊക്കേഷനിലേക്ക് മാറ്റുന്നുണ്ടാവാം. ഓരോ മെമ്മറി അഡ്രസ്സിൽ നിന്നും വേറൊരു മെമ്മറി അഡ്രസ്സിലേക്ക് ജമ്പ് ചെയ്യുന്നുണ്ടാവാം. ഇതൊന്നും അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് വരണ്ട. എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള കൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി അടുത്ത എന്താണ്? സ്റ്റോർ. അപ്പം എന്ത് കാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നുണ്ട്? മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. CPU മസ്റ്റ് ഗീവ് ഫീഡ്ബാക്ക് ആഫ്റ്റർ എക്സിക്യൂട്ടിംഗ് ആൻ ഇൻസ്ട്രക്ഷൻ ആൻഡ് ദെൻ ഔട്ട്പുട്ട് ഡാറ്റ ഈസ് റിട്ടേൺ ടു മെമ്മറി. അപ്പോൾ എക്സിക്യൂഷന് ശേഷം ഔട്ട്പുട്ട് ഡാറ്റേനെ എവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്? മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് 4 ഓപ്പറേഷൻ. ഒന്നാമത് വരുന്നത് ഫെച്ച് ആണ്. ഫെച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഓരോ മെമ്മറി ലൊക്കേഷനും ഒരു കറസ്പോണ്ടിങ് അഡ്രസ്സ് ഉണ്ടാവും. ആ അഡ്രസ്സിൽ നിന്നും എന്ത് ചെയ്തെടുക്കണം? റീഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് വരുന്നത്. പ്രോഗ്രാം കൗണ്ടറിൽ എന്താണുള്ളത്? തൊട്ടടുത്തതായിട്ട് ഏത് ഇൻസ്ട്രക്ഷൻ ആണോ എക്സിക്യൂട്ട് ചെയ്യുന്നത് ആ ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സാണ് പ്രോഗ്രാം കൗണ്ടറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും അതിനെ ആ അഡ്രസ്സിനെ റീഡ് ചെയ്തെടുക്കുന്ന ആ ടാസ്കിന് പറയുന്ന പേരാണ് ഫെച്ച്. ഇനി ഡീകോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റീഡ് ചെയ്തെടുത്ത ഡാറ്റേനെ ബൈനറി ഫോമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡീകോഡിങ്. ഇനി എക്സിക്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൺവേർട്ട് ചെയ്ത ഡാറ്റേനെ എക്സിക്യൂട്ട് ചെയ്യുക, അതിനെ പ്രോസസ്സ് ചെയ്യുക. ഇനി സ്റ്റോർ, ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്റ്റോർ ആണ്. ആ പ്രോസസ്സ് ചെയ്ത ഡാറ്റേൻ്റെ ഔട്ട്പുട്ടിനെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. ഇനി അടുത്തത് വരുന്നത് എന്താണ്? കമ്പ്യൂട്ടർ പ്രോസസ്സറിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തത് പ്രോസസ്സർ മേക്ക് ആൻഡ് മോഡൽ. ദ പ്രൈമറി ഡിഫൈനിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പ്രോസസ്സർ ഈസ് ഇറ്റ് മേക്ക് ആൻഡ് മോഡൽ. ഇപ്പം മേക്ക് ആൻഡ് മോഡൽ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് കമ്പനിയാണ് ആ ഒരു പ്രോസസ്സറിനെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പം മെയിനായിട്ടും 2 കമ്പനിയാണ് വരുന്നത്. ഏതൊക്കെയാണ്? AMD ആൻഡ് ഇൻ്റൽ. അപ്പം നമ്മൾ കേട്ടിട്ടുള്ളത് ഇത് തന്നെയാണ്. AMD പ്രോസസ്സർ അല്ലെങ്കിൽ ഇൻ്റൽ പ്രോസസ്സർ എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ദീസ് 2 കമ്പനീസ് ഹാസ് സിമിലർ ഫീച്ചേഴ്സ് ആൻഡ് പെർഫോമൻസ്. അപ്പം മെയിനായിട്ടും എന്താണ്? 2 കമ്പനി മേക്ക് ആൻഡ് മോഡലാണുള്ളത്. മേക്ക് ആൻഡ് മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രോസസ്സറിൻ്റെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന കമ്പനീനെയാണ് ഉദ്ദേശിക്കുന്നത്. 2 കമ്പനീസാണ് വരുന്നത്, AMDയും അതുപോലെ തന്നെ ഇൻ്റലും. യു കനോട്ട് ഇൻസ്റ്റാൾ ആൻ AMD പ്രോസസ്സർ ഇൻ എ ഇൻ്റൽ കോമ്പാറ്റബിൾ മദർ ബോർഡ് ഓർ വൈസ് വേഴ്സ. എന്താ പറഞ്ഞിരിക്കുന്നത്? AMD പ്രോസസ്സർ സപ്പോർട്ട് ചെയ്യുന്ന മദർ ബോർഡിൽ നമുക്ക് ഇൻ്റൽ പ്രോസസ്സർ ഇൻസ്റ്റാൾ ചെയ്യാൻ അല്ലെങ്കിൽ പ്ലഗ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇൻ്റൽ പ്രോസസ്സർ സപ്പോർട്ട് ചെയ്യുന്ന മദർ ബോർഡിൽ നമുക്ക് AMD പ്രോസസ്സറും പ്ലഗ് ചെയ്യാൻ പറ്റില്ല. അപ്പം മെയിനായിട്ടും 2 മേക്ക് ആൻഡ് മോഡലാണ് വരുന്നത്. ഏതൊക്കെയാണ്? AMDയും അതുപോലെ തന്നെ ഇൻ്റലും. ഇനി അടുത്തത് വരുന്നത് എന്താണ്? സോക്കറ്റ് ടൈപ്പ്. അനദർ ഡിഫൈനിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പ്രോസസ്സർ ഈസ് ദി പ്രോസസ്സർ സോക്കറ്റ് ദാറ്റ് ഈസ് ഡിസൈൻ ടു ഫിറ്റ്. ഇപ്പോൾ സോക്കറ്റിനെയാണ് അടുത്ത ക്യാരക്ടറിസ്റ്റിക്സിൽ പറഞ്ഞിരിക്കുന്നത്. സോക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മദർ ബോർഡിൽ നമ്മൾ ആ ഒരു പ്രോസസ്സർ എന്ന് പറയുന്ന ഒരു ചിപ്പാണ്. ആ ചിപ്പിനെ പ്ലേസ് ചെയ്യുന്നത് എവിടെയാണോ അതിനെയാണ് നമ്മൾ പ്രോസസ്സറിൻ്റെ സോക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സോക്കറ്റാണ് രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് വരുന്നത് എന്താണ്? ക്ലോക്ക് സ്പീഡ്. ദ ക്ലോക്ക് സ്പീഡ് ഓഫ് എ പ്രോസസ്സർ ഈസ് സ്പെസിഫൈഡ് ഇൻ മെഗാഹെർട്സ് ഓർ ജിഗാഹെർട്സ്. ദ ക്ലോക്ക് ഡിറ്റർമൈൻസ് ദ പെർഫോമൻസ് ഓഫ് ദി പ്രോസസ്സർ. അപ്പോൾ തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞിരുന്നു പ്രോസസ്സറിൽ എന്തുണ്ട്? ക്ലോക്ക് ഉണ്ട്. അപ്പോൾ ഈ ക്ലോക്ക് സ്പീഡ് എന്ന് പറയുന്നത് മെഗാഹെർട്സിലായിരിക്കാം അല്ലെങ്കിൽ ജിഗാഹെർട്സിലായിരിക്കാം. അപ്പോൾ ക്ലോക്ക് സ്പീഡ് അനുസരിച്ച് നമുക്ക് പ്രോസസ്സറിൻ്റെ പെർഫോമൻസ് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. കാരണം എന്താണ്? നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഓരോ തവണ ക്ലോക്ക് ടിക്ക് ചെയ്യുമ്പോഴും ഒരു ഇൻസ്ട്രക്ഷനെ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ക്ലോക്ക് സ്പീഡ് കൂടുന്നതിനനുസരിച്ച് പെട്ടെന്ന് എന്ത് ചെയ്യാം? ഇൻസ്ട്രക്ഷൻ കൂടുതലായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് പോകും. അപ്പോൾ ക്ലോക്ക് സ്പീഡ് കൂടുതലാണെങ്കിൽ പ്രോസസ്സറിൻ്റെ പെർഫോമൻസും എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ നേരെ മറിച്ച് ക്ലോക്ക് സ്പീഡ് മെല്ലെയാണ് ആ ഒരു ക്ലോക്ക് ടിക്ക് ചെയ്യുന്നതെങ്കിൽ ഓരോ ഇൻസ്ട്രക്ഷനും മെല്ലെ ടൈം എടുത്തിട്ട് മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളൂ. അതാണ് ക്ലോക്ക് സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും പ്രോസസ്സറിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത്. സ്പീഡ് കൂടുന്നതിനനുസരിച്ച് പ്രോസസ്സറിൻ്റെ പെർഫോമൻസും കൂടും. ഇനി അടുത്തത് വരുന്നത് ഹോസ്റ്റ് ബസ് സ്പീഡ്. ദ ഹോസ്റ്റ് ബസ് സ്പീഡ് ഓൾസോ കോൾഡ് ഫ്രണ്ട് സൈഡ് ബസ് സ്പീഡ്. ഇറ്റ് സ്പെസിഫൈ ദ ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് ബിറ്റ്വീൻ പ്രോസസ്സർ ആൻഡ് ദി ചിപ്സെറ്റ്. ഫാസ്റ്റർ ദി ഹോസ്റ്റ് ബസ് സ്പീഡ് റിസൾട്ട് ഹൈ പ്രോസസ്സർ പെർഫോമൻസ്. അതുപോലെ തന്നെ എന്താണ്? അടുത്ത പ്രോസസ്സറിൻ്റെ പെർഫോമൻസ് ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്
ഫ്രണ്ട് സൈഡ് ബസ് സ്പീഡ് അല്ലെങ്കിൽ ഹോസ്റ്റ് ബസ് സ്പീഡ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു പ്രൊസസ്സറിൻ്റെയും ചിപ്പിൻ്റെയും ഇടയിലുള്ള ഡാറ്റ ട്രാൻസ്ഫറിനെയാണ് ഈ ഒരു സ്പീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സ്പീഡ് കൂടുതലാണെങ്കിൽ പ്രൊസസ്സറിൻ്റെ പെർഫോമൻസും കൂടുതലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചിപ്സെറ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നോർത്ത് ബ്രിഡ്ജ്, സൗത്ത് ബ്രിഡ്ജ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചിപ്സെറ്റിൻ്റെയും പ്രൊസസ്സറിൻ്റെയും ഇടയിൽ നടക്കുന്ന ആ ഒരു ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് ആണ് ഹോസ്റ്റ് ബസ് സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്പീഡ് കൂടുതലാണെങ്കിൽ പ്രൊസസ്സറിൻ്റെ പെർഫോമൻസും എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇനി അടുത്തത് വരുന്നത് ക്യാഷ് സൈസ്. അപ്പോൾ ക്യാഷ് മെമ്മറീനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പ്രൊസസ്സർ യൂസ് 2 ടൈപ്പ് ഓഫ് ക്യാഷ് മെമ്മറി ടു ഇംപ്രൂവ് പെർഫോമൻസ്. എന്തായിരുന്നു ക്യാഷ് മെമ്മറി? പ്രൊസസ്സർ ഫ്രീക്വൻ്റ്ലി എക്സിക്യൂട്ട് ചെയ്യുന്ന ഡാറ്റേനെ ഒരു ടെമ്പററി സ്റ്റോറേജിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അതിനെയാണ് ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്. അപ്പം മെയിൻ മെമ്മറിയിൽ നിന്നും ഫെച്ച് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ടെമ്പററി മെമ്മറിയിൽ നിന്നും ഫെച്ച് ചെയ്തെടുക്കാൻ പറ്റും. ക്യാഷ് മെമ്മറിയിൽ നിന്നും ഫെച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഒരു ഫിഗറൊക്കെ വെച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത് തന്നെ 2 ടൈപ്പിൽ വരുന്നുണ്ട്. ലെയർ 1 ക്യാഷ്, അതുപോലെ തന്നെ ലെയർ 2 ക്യാഷ്, അല്ലെങ്കിൽ L1 ക്യാഷ്, ലെവൽ 1 ക്യാഷ്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. The size of L1 cache cannot be changed without redesigning the processor. The L2 cache is designed outside to the processor core. അപ്പോൾ L1 cache എന്ന് പറയുന്നത് പ്രൊസസ്സറുമായിട്ട് ക്ലോസ് ആയിരിക്കും. പക്ഷേ L2 എന്ന് പറയുന്നത് പ്രോസസ്സിന് പുറത്തായിരിക്കും. അതുകൊണ്ട് തന്നെ L1 ക്യാഷ് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അതിന് ചേഞ്ച് ചെയ്യണമെങ്കിൽ പ്രൊസസ്സറിനെ റീഡിസൈൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ക്യാഷ് മെമ്മറി എന്താണെന്ന് നിങ്ങൾക്കറിയാം. അതിൽ 2 ടൈപ്പാണ് വരുന്നത്, ലെയർ 1ഉം ലെയർ 2ഉം. അപ്പോൾ L1 ക്യാഷ് എന്ന് പറയുന്നത് ഏതാണ്? ലെയർ 1 ക്യാഷ് ആണ്. L2 ക്യാഷ് എന്ന് പറയുന്നത് ലെയർ 2 ക്യാഷ് ആണ്. ഈ L1 ക്യാഷ് എന്ന് പറയുന്നത് പ്രൊസസ്സറിൻ്റെ ഉള്ളിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രൊസസ്സറിനെ റീഡിസൈൻ ചെയ്യാതെ അതിനെ L1 ക്യാഷിനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷേ L2 ക്യാഷ് എന്ന് പറയുന്നത് പ്രൊസസ്സറിന് ഔട്ട്സൈഡ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് വരുന്നത് പ്രൊസസ്സർ സൈസ് ആണ്. ഓൾസോ കോൾഡ് ഫാബ്രിക്കേഷൻ സൈസ്. പ്രൊസസ്സർ സൈസിനെ വേറൊരു പേരിൽ നമ്മൾ പറയുന്നുണ്ട്, ഫാബ്രിക്കേഷൻ സൈസ്. ഇറ്റ് ഈസ് സ്പെസിഫൈഡ് ഇൻ നാനോമീറ്റേഴ്സ്. പ്രൊസസ്സർ സൈസ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് നാനോമീറ്റേഴ്സിലാണ്. ഡിഫൈൻസ് ദ സൈസ് ഓഫ് ദ സ്മോളസ്റ്റ് ഇൻഡിവിജ്വൽ എലമെൻറ്റ് ഓൺ എ processor. Processor that use smallest process size can run faster, use lower voltage, consume less power and produce less heat. അപ്പോൾ പ്രൊസസ്സർ സൈസിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പ്രൊസസ്സറിലെ ഏറ്റവും ചെറിയ എലമെൻറ്റിൻ്റെ സൈസിനെയാണ്. പ്രൊസസ്സർ ദാറ്റ് യൂസ് സ്മോളസ്റ്റ് പ്രോസസ് സൈസ് ക്യാൻ റൺ ഫാസ്റ്റർ. അപ്പം സൈസ് കുറവാണെങ്കിൽ, സ്മോളസ്റ്റ് പ്രോസസ് സൈസ് ആണെങ്കിൽ അതെന്താണ്? ഫാസ്റ്റർ ആയിരിക്കും. യൂസ് ചെയ്യുന്നത് കുറച്ച് വോൾട്ടേജ് മതിയായിരിക്കും. അതുപോലെ തന്നെ പവർ കുറവ് മതിയായിരിക്കും. ഹീറ്റ് പ്രൊഡക്ഷനും കുറവായിരിക്കും. ഇതാണ് പ്രൊസസ്സർ സൈസിൽ പറയുന്നത്. ഇനി അടുത്തത് വരുന്നത് ഹൈപ്പർ ത്രെഡിംഗ്. ഇറ്റ് ഈസ് എ ടെക്നോളജി യൂസ്ഡ് ബൈ സം ഇന്റൽ മൈക്രോപ്രൊസസ്സേഴ്സ് ദാറ്റ് അലോസ് എ സിംഗിൾ മൈക്രോപ്രൊസസ്സർ ടു ആക്ട് ലൈക്ക് two separate processors to the operating system and the application program that use it. അതായത് ഒരു പാരലലൈസേഷൻ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഹൈപ്പർ ത്രെഡിംഗ് എന്ന് പറയുന്നത്. അത് ഇന്റൽ മൈക്രോ പ്രോസസ്സറിലാണ് ഈ ഹൈപ്പർ ത്രെഡിംഗ് വരുന്നത്. അതായത് പാരലലായിട്ട് ഒന്നിലധികം വർക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് CPU രണ്ടായിട്ട് ആക്ട് ചെയ്യും. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് 2 സെപ്പറേറ്റ് പ്രൊസസ്സറായിട്ട് ആക്ട് ചെയ്യുന്ന ആ ഒരു ഓപ്പറേഷനെയാണ്, ആ ഒരു പ്രോസസ്സിനെയാണ് ഹൈപ്പർ ത്രെഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടായിട്ട് ആക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? അറ്റ് എ ടൈം നമുക്ക് 2 ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷനെ അറ്റ് എ ടൈമിൽ പ്രൊസസ്സർ എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇവിടെ ഹൈപ്പർ ത്രെഡിംഗ്, ഇന്റൽ മൈക്രോ പ്രൊസസ്സേഴ്സിൽ ഹൈപ്പർ ത്രെഡിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി വെച്ചിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് പ്രൊസസ്സർ രണ്ടായിട്ടാണ് കാണുന്നത് മീൻസ് പ്രൊസസ്സർ അവിടെ രണ്ടായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പാരലലായിട്ട് ഒന്നിലധികം വർക്ക് പെർഫോം ചെയ്യാൻ പറ്റും. അതാണ് ഹൈപ്പർ ത്രെഡിംഗ് എന്ന് പറയുന്നത്. ഇനി എന്താണ് മൾട്ടി കോർ? എ മൾട്ടി കോർ processor is an integrated circuit to which 2 or more processors have been attached for enhanced performance, reduced power consumption and more efficient simultaneous processing of multiple tasks. അപ്പം
മൾട്ടി കോർ എന്ന് പറയുന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ്. അപ്പം ഒരു സിംഗിൾ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്, നമുക്കറിയാം CPU എന്ന് പറയുന്നത് ഒരു ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടാണ്, ഒരു IC ആണ്. ഒരു സിംഗിൾ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടിൽ തന്നെ രണ്ടോ അതിലധികമോ പ്രോസസ്സിംഗ് യൂണിറ്റ്, അപ്പോൾ ഓരോ പ്രോസസ്സിംഗ് യൂണിറ്റും ആണ് ഓരോ കോർ എന്ന് പറയുന്നത്. അതാണ് മൾട്ടി കോർ. കോർ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പ്രോസസ്സിംഗ് യൂണിറ്റിനെയാണ്. അപ്പോൾ ഒരു സിംഗിൾ ICൻ്റെ ഉള്ളിൽ തന്നെ മൾട്ടിപ്പിൾ പ്രോസസ്സിംഗ് യൂണിറ്റ്സ് ഉണ്ടാവും. ഓരോ പ്രോസസ്സിംഗ് യൂണിറ്റിനെയും നമ്മൾ പറയുന്ന പേരെന്താണ്? കോറാണ്. അതുകൊണ്ടാണ് മൾട്ടി കോർ എന്ന് പറയുന്നത്. ഒരു പ്രോസസ്സറിൽ തന്നെ മൾട്ടിപ്പിൾ കോർസ് ഉണ്ടാവും. കോർ എന്ന് പറയുന്നത് എന്താണ്? പ്രോസസ്സിംഗ് യൂണിറ്റ്സ് ആണ്. അപ്പം ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? പെർഫോമൻസ് കൂടും, പവർ കൺസംഷൻ കുറവായിരിക്കും, എഫിഷ്യൻ്റ് ആയിരിക്കും. അപ്പോൾ സൈമൾട്ടേനിയസ് ആയിട്ട് മൾട്ടിപ്പിൾ ടാസ്കിനെ പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ ഹൈപ്പർ ത്രെഡിങ്ങും മൾട്ടി കോറും നോക്കുമ്പോൾ എന്ത് തന്നെയാണ്? പാരലൽ ആയിട്ട് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹൈപ്പർ ത്രെഡിംഗ് എന്ന് പറയുന്നത് ഇൻ്റൽ മൈക്രോ പ്രോസസ്സേഴ്സിലാണ് വരുന്നത്. അവിടെ രണ്ടായിട്ട് ആക്ട് ചെയ്യാണ്. അപ്പം മൾട്ടി കോറിലേക്ക് വരുമ്പോൾ എന്താണ്? ഒരു ICൻ്റെ ഉള്ളിൽ തന്നെ മൾട്ടിപ്പിൾ കോർസ് ഉണ്ടാവും. കോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ പ്രോസസ്സിംഗ് യൂണിറ്റ്, ഓരോ പ്രോസസ്സിംഗ് യൂണിറ്റും ഓരോ വർക്ക് പെർഫോം ചെയ്യും. അപ്പോൾ അവിടെയും എന്താണ്? പാരലൽ ആയിട്ട് തന്നെ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് വരുന്നത് ത്രോട്ട്ലിംഗ്, ഓൾസോ കോൾഡ് ഡൈനാമിക് ഫ്രീക്വൻസി scaling. It is a power management technique whereby the frequency of a microprocessor can be automatically adjusted depending on the actual needs. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു പവർ മാനേജ്മെൻറ്റ് ടെക്നിക്കാണ്. എന്താ പറഞ്ഞത്? The microprocessor can be automatically adjusted depending on the actual need. അപ്പോൾ ഓരോ സമയത്തെ നീഡിനനുസരിച്ചും ആ മൈക്രോ പ്രോസസ്സറിൻ്റെ ഫ്രീക്വൻസി ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ആവുകയാണ്. അതുകൊണ്ടാണ് അതിനെ പവർ മാനേജ്മെൻറ്റ് ടെക്നിക്ക് എന്ന് പറയുന്നത്. വേണ്ടതിനനുസരിച്ച് ഓരോ അവരുടെ എന്താണോ നമ്മളുടെ, അല്ലെങ്കിൽ എന്ത് ഓപ്പറേഷനാണോ പെർഫോം ചെയ്യുന്നത്, ആ ഓപ്പറേഷന് എത്ര പവർ ആവശ്യമാണ് അതിനനുസരിച്ച് മാത്രം പവർ കൺസ്യൂം ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ത്രോട്ട്ലിംഗ്. ഇനി അടുത്ത് എന്താണ്? വിർച്വലൈസേഷൻ support. It is a hardware feature found in all AMD and Intel CPUs that allows a single processor to act as multiple individual CPU. അപ്പോൾ ഹൈപ്പർ ത്രെഡിങ് പോലെ തന്നെയാണ് എന്താണ്? ഒരു സിംഗിൾ CPU മൾട്ടിപ്പിൾ CPU ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വിർച്വൽ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റിനെയാണ് എന്ത് പറയുന്നത്? വിർച്വലൈസേഷൻ സപ്പോർട്ട്. ഇതിപ്പോൾ AMDയിലും ഇൻ്റലിലും സപ്പോർട്ടാണ്. ഹൈപ്പർ ത്രെഡിങ് എന്ന് പറയുന്നത് എന്തിൽ മാത്രമാണ്? ഇൻ്റലിന് മാത്രമാണ്. അപ്പോൾ ഇത്രയാണ് ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്. ഒന്നാമത്തത് മേക്ക് ആൻഡ് മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി, ഡെവലപ്പ് ചെയ്ത കമ്പനിയാണ് പറയുന്നത്. മെയിനായിട്ടും രണ്ടെണ്ണമാണ് വരുന്നത്, AMDയും ഇൻ്റലും. ഈ സോക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയാണോ നമ്മൾ ഫിക്സ് ചെയ്യുന്നത്, IC ചിപ്പ് നമ്മൾ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് പ്ലേസ് ചെയ്യുന്നത്, ആ ഒരു പ്ലേസിന് പറയുന്ന പേരാണ് സോക്കറ്റ്. ക്ലോക്ക് സ്പീഡ് എന്ന് പറയുന്നത്, ക്ലോക്ക് സ്പീഡ് കൂടുന്നതിനനുസരിച്ച് പ്രോസസ്സറിൻ്റെ പെർഫോമൻസും കൂടും. കാരണം ഓരോ ക്ലോക്ക് ടിക്ക് ചെയ്യുന്ന സമയത്തും ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വേഗത്തിലാണ് ക്ലോക്ക് സ്പീഡെങ്കിൽ കൂടുതൽ ഇൻസ്ട്രക്ഷനെ ചെറിയ സമയത്തിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത എന്താണ്? ഹോസ്റ്റ് ബസ് സ്പീഡ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ചിപ്സെറ്റിൻ്റെയും പ്രോസസ്സറിൻ്റെയും ഇടയിലുള്ള ഒരു ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പീഡ് കൂടുന്നതിനനുസരിച്ചും പ്രോസസ്സറിൻ്റെ പെർഫോമൻസ് കൂടും. അടുത്തത് ക്യാഷ് സൈസ്. L1 L2 ആണുള്ളത്. L1 എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി കണക്ട് ചെയ്തിരിക്കുന്നത് പ്രോസസ്സറുമായിട്ടാണ്. അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പോസിബിൾ അല്ല. L2 എന്ന് പറയുന്നത് പ്രോസസ്സറിൻ്റെ ഔട്ട്സൈഡ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത എന്താണ്? പ്രോസസ് സൈസ് എന്ന് പറയുന്നത് എന്താണ്? ഫാബ്രിക്കേഷൻ സൈസ് എന്ന് പറയും. നാനോമീറ്ററിലാണ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. അടുത്തത് ഹൈപ്പർ ത്രെഡിങ്. ഇൻ്റൽ മൈക്രോ പ്രോസസ്സറിൽ മാത്രമുള്ള ഒരു ടെക്നോളജിയാണ് ഹൈപ്പർ ത്രെഡിങ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഒരു സിംഗിൾ CPUവിന് രണ്ട് പ്രോസസ്സേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. ഈ മൾട്ടി കോർ എന്ന് പറയുന്നത് എന്താണ്? മൾട്ടിപ്പിൾ പ്രോസസ്സിംഗ് യൂണിറ്റ്സ് ഒരു സിംഗിൾ ICയിൽ തന്നെ ഉണ്ടെങ്കിൽ അതിനെ മൾട്ടി കോർ എന്നാണ് പറയുന്നത്. ത്രോട്ട്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആവശ്യത്തിനനുസരിച്ച് മാത്രം പവർ കൺസ്യൂം ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ത്രോട്ട്ലിംഗ്. വിർച്വലൈസേഷൻ സപ്പോർട്ട് എന്ന് പറയുന്നത് ഇൻ്റൽ പ്രോസസ്സേഴ്സിലും അതുപോലെ തന്നെ AMD പ്രോസസ്സേഴ്സിലും സപ്പോർട്ടായിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു CPUവിന് മൾട്ടിപ്പിൾ ഇൻഡിവിജ്വൽ CPU ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് പ്രോസസ്സറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നത്.